നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എവരുടെയും കണ്ണ് നനയിക്കുന്ന ദൃശ്യങ്ങളാണ് വാൻകൂവറിൽ നിന്ന് നമ്മൾ കണ്ടത്. കനേഡിയൻ താരം ഇസ്മായിൽ കോനയുടെ കാലൊടിഞ്ഞു. ആ ഒരു ഫൗള്, ഖത്തറി താരം മാഡിബയുടെ ഫൗള് ഒറ്റ നോട്ടത്തിലൊരു വയലൻ്റ് ഫൗളും തോന്നിയില്ല. പക്ഷെ പുറകിലൂടെയുള്ള ഫൗളിൻ്റെ ഇമ്പാക്റ്റിൽ കനേഡിയൻ താരത്തിൻ്റെ കാലങ്ങ് ഒടിഞ്ഞുപോയി. അയാൾ വീണ് കിടന്ന് തൻ്റെ കാലൊടിഞ്ഞത് കാണുമ്പോഴുള്ള ആ ഒരു മുഖഭാവമുണ്ട്, വല്ലാതെ ഏതൊരു മനുഷ്യനെയും മൂവ് ചെയ്യിക്കുന്ന തരത്തിലുള്ള ഒന്നാണ്. താരങ്ങളെല്ലാവരും ആ കാര്യത്തിൽ വല്ലാതെ കൺസേൺഡായി പോയി. ഒടുവിൽ ട്രീറ്റ്മെൻറ്റ് സ്ട്രെച്ചറിൽ അദ്ദേഹത്തെ കോനയെ പുറത്തേക്ക് കൊണ്ടുപോയി. പോകുന്ന പോക്കിൽ ആരാധകരോട് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആരാധകർ ചീർ ചെയ്തു, സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുത്താണ് ആളെ വിടുന്നത്. കാനഡിയൻ താരങ്ങൾ ഒന്ന് ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തിന് വേണ്ടി സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ള രൂപത്തിൽ നിന്നു. അതിനുശേഷം കളി പുനരാരംഭിച്ചപ്പോൾ ഗോളടിച്ചിട്ട് നദാൻ സാലിബ കോനയുടെ 8-ാം നമ്പർ ജേഴ്സി ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രംഗമുണ്ട്. വല്ലാതെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള നിമിഷങ്ങളാണ് കാനഡ വേഴ്സസ് ഖത്തർ മത്സരത്തിൽ നമ്മൾ കണ്ടത്. മത്സരം 6-0 ഖത്തറിന് തീർത്തിരിക്കുകയാണ്. ഇപ്പോൾ ഖത്തറിൻ്റെ വേൾഡ് കപ്പ് മോഹങ്ങൾക്ക് ഏതാണ്ട് അവസാനമാകുന്നു. കാനഡയ്ക്ക് വേണ്ടി സൂപ്പർ താരം ജൊനാഥൻ ഡേവിഡിൻ്റെ ഹാട്രിക്ക്, കൂടാതെ ലാഡിനും അതുപോലെ നദാൻ സാലിബയും ഗോളടിച്ചു. ഒരു ഗോൾ ഖത്തറി താരത്തിൻ്റെ ഓൺ ഗോളായിരുന്നു. വാൻകൂവറിൽ നടന്ന മത്സരത്തിൽ ജൊനാഥൻ ഡേവിഡും അതുപോലെ ലാഡിനും ചേർന്നുകൊണ്ടാണ് കാനഡയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. അതേസമയം ഖത്തറിൻ്റെ ഭാഗത്ത് അബ്ദുൾ റിസാഖും അതുപോലെ തന്നെ അക്രം അഫീഫും മാഡിബോയും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഖത്തറിൻ്റെ മുന്നേറ്റങ്ങൾ നയിക്കാൻ ശ്രമിച്ചത്. പക്ഷേ കളിയുടെ 16-ാമത്തെ മിനിറ്റിൽ തന്നെ ലാരിനിലൂടെ കാനഡ ലീഡെടുത്ത് കഴിഞ്ഞിരുന്നു. കളി പുരോഗമിക്കവേ ജൊനാഥൻ ഡേവിഡിൻ്റെ ഗോൾ വരുന്നു 29-ാമത്തെ മിനിറ്റിൽ. ആദ്യപകുതി അവസാനിക്കും മുമ്പ് അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഗോളും വന്നു. ഏകപക്ഷീയമായ 3 ഗോളുകളുടെ ലീഡുമായിട്ടാണ് കാനഡ ഇടവേള സമയത്ത് കടന്നു പോകുന്നത്. 2ാം പകുതിയിലാണ് മാഡിബോയുടെ ഈ ഫൗള് വരുന്നത്. റെഡ് കാർഡൊക്കെ കിട്ടി, ഖത്തറി താരത്തിന് റെഡ് കാർഡ് കിട്ടി. പക്ഷേ കോനയുടെ വേൾഡ് കപ്പ് അവിടെ അവസാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാലൊടിയുന്നു. കാലൊടിഞ്ഞിട്ട് നമ്മളതിങ്ങനെ കാണുന്നത് ഇങ്ങനെ കാല് ബെൻഡായി നിൽക്കുന്ന രൂപത്തിലാണ്. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ഏതായാലും അദ്ദേഹം പരിക്കേറ്റ് പുറത്തു പോകുന്നു. പിന്നാലെ കളിക്കളത്തിലേക്ക് വന്ന സാലിബയുടെ ഗോൾ വരുന്നു. 64-ാമത്തെ മിനിറ്റിൽ നദാൻ സാലിബയുടെ ഗോൾ വരുന്നു. അദ്ദേഹം ആ 8-ാം നമ്പർ ജേഴ്സി, ഇസ്മായിലെ കോനയുടെ ജേഴ്സി ഉയർത്തിപ്പിടിക്കുന്നത് വല്ലാതെ ഹാർട്ട് ടച്ചിങ് ആയ നിമിഷമായിരുന്നു. ഏതായാലും അതിനുശേഷം 75-ാമത്തെ മിനിറ്റിൽ ഒരു ഓൺ ഗോൾ കൂടി വന്നതോടെ കാനഡ ഏകപക്ഷീയമായ 6 ഗോളുകൾക്ക് ഖത്തറിനെ തകർത്ത് തരിപ്പണമാക്കി. ഈ ഗ്രൂപ്പിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ആൻഡ് ഹെർസാഗോവിനയെ 4-1 തകർത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ സ്വിറ്റ്സർലൻഡിന് വേണ്ടിയിട്ട് ഇരട്ട ഗോളുകളുമായിട്ട് മൻസാംബി മികച്ച പ്രകടനം നടത്തി. പിന്നെ വെർഗാസിൻ്റെ ഒരു ഗോളുണ്ടായിരുന്നു. ഒരു ഗോള് പെനാൽറ്റിയിലൂടെ സാക്കയാണ് നേടിയത്. മറുഭാഗത്ത് മെഹ്മിക്കാണ് ബോസ്നിയയുടെ ഗോൾ കണ്ടെത്തിയത്. ഏതായാലും ഗ്രൂപ്പ് ബിയിൽ ചിത്രങ്ങൾ വ്യക്തമായിട്ടുണ്ട് എന്ന് പറയാം. 4 വീതം പോയിന്റുകളോടെ കാനഡയും സ്വിറ്റ്സർലൻഡും 1ഉം 2ഉം സ്ഥാനത്ത് നിൽക്കുന്നു. ബോസ്നിയക്കും ഖത്തറിനും ഓരോ പോയിന്റുകളേ ഉള്ളൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.